പണ്ട് ഫോണോ ഇമെയിലോ ഒന്നുമില്ലാതിരുന്നിട്ട് കൂടി കമ്മ്യൂണിക്കേഷന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഓരോ സെക്കൻഡും ഓരോ വിശേഷങ്ങളും എഴുതി മെസ്സേജ് ചെയ്യാനാവും, വീഡിയോ കോൾ ചെയ്യാനാവും, ഇമെയിൽ അയക്കാനാവും. ഒരു സെക്കൻഡിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവും. ഇതെല്ലാം ചെയ്യാൻ പറ്റുമ്പോഴും കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നങ്ങൾ വരികയാണ് ചെയ്യുന്നത്. എന്താണിതിന് കാരണം? കമ്മ്യൂണിക്കേഷൻ എന്നാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈഗോ പ്രോബ്ലംസ് ഉണ്ട്, എക്സ്പെക്റ്റേഷൻ പ്രോബ്ലംസ് ഉണ്ട്, താരതമ്യം ചെയ്യുന്നത് പ്രശ്നങ്ങളുണ്ടാക്കും, തെറ്റിദ്ധാരണകളുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് നന്നായി അറിയാം. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം നമുക്കറിയാം. എന്നിട്ടും നമ്മൾ അവയെ ഇല്ലാതാക്കാനായി ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇവിടെ ഈ സ്റ്റേജിൽ പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ മേശ വെച്ചിരുന്നു. ഞാൻ വന്നപ്പോൾ കണ്ടതാണ്. ഇപ്പോഴത് സ്റ്റേജിൽ നിന്നും എടുത്തു മാറ്റി. കാരണം അത് ഇടയിൽ ഇവിടെ വെച്ചാൽ എനിക്ക് നിങ്ങളെ കാണാനോ നിങ്ങൾക്ക് എന്നെ കാണാനോ കഴിയില്ല. അത് അവിടെ തന്നെ വെച്ചാൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും കാണുന്നില്ല, ഇത് ഇടയിൽ വെച്ചത് കാരണം കാണുന്നില്ല, ഇതെന്തിനാണ് ഇടയിൽ വെച്ചത്? അതിനാൽ ഒരു സെക്കൻഡിൽ തന്നെ നമ്മൾ അതിനെ എടുത്തു മാറ്റി. എൻ്റെ റിലേഷൻഷിപ്പിൽ ഈ കാര്യം ഒരു തടസ്സമായി നിൽക്കുന്നു, ഒബ്സ്ട്രക്ഷനായി നിൽക്കുന്നു എന്ന് കണ്ടാൽ എന്തു ചെയ്യണം? നമ്മൾ കാണുന്നുണ്ട്. കാണുന്ന കാര്യത്തെ മാറ്റുന്നത് എളുപ്പമാണോ അതോ ബുദ്ധിമുട്ടാണോ? പറയൂ. എളുപ്പമാണ് അല്ലേ? ഈസിയാണ്. ഇന്ന് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് റിലേഷൻഷിപ്സിനെ ക്ലിയർ ആക്കണം. ബന്ധങ്ങൾ എന്താണ്? ബന്ധങ്ങളിൽ എന്തെല്ലാമാണ് ഉണ്ടാവുന്നത്? ബന്ധങ്ങളിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമുക്ക് പരസ്പരം മനസ്സിലാവാത്തത് എന്നൊക്കെ മനസ്സിലായാൽ, ഒരു ക്ലാരിറ്റി വരുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും മനസ്സിലാവും. ഇതിലെല്ലാം ഒരു വ്യക്തത ലഭിച്ചാൽ പിന്നെ റിലേഷൻഷിപ്സിൽ വരുന്ന വിഘ്നങ്ങളെ ഇന്ന് തന്നെ സമാപ്തമാക്കാനുള്ള പ്രോമിസ് എടുക്കണം. റെഡിയല്ലേ? ഉറപ്പല്ലേ? നമ്മൾ വെറുതെ കേട്ടിരിക്കാനായി വന്നതല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ ആയി തീരാൻ വേണ്ടി വന്നതാണ്. മാത്രമല്ല, നമുക്കറിയാത്ത പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പുതിയതായി ഒന്നും കേൾക്കാനുമില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, യൂസ് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ജ്ഞാനത്തിൻ്റെ ഒരു പോയിൻ്റെങ്കിലും നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ ചേഞ്ച് ആകാൻ തുടങ്ങും. ജീവിതത്തിൻ്റെ ക്വാളിറ്റി ചേഞ്ച് ആവും. ഒപ്പം ബന്ധങ്ങളും മെച്ചപ്പെടാൻ തുടങ്ങും. ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് ആരൊക്കെ തമ്മിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇത് അറിയുന്നതിനായി മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിന് മുൻപ് ഞാൻ എന്നെ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ആരെങ്കിലും വന്ന് നിങ്ങളോടോ എന്നോടോ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് പറയുക? നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്താണ് മറുപടി പറയുക? നമ്മൾ സ്വന്തം പേര് പറയും, ജോലി എന്താണെന്ന് പറയും, നമ്മൾ ഏത് സിറ്റിയിൽ നിന്നുമാണ് വന്നത്, ഏത് രാജ്യത്ത് നിന്നുമാണ് വരുന്നത്, ഇതെല്ലാം നമ്മൾ പറയും. നമ്മൾ ഏതുവരെ പഠിച്ചു, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ അവരോട് പറയും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയിട്ട് ഹൗ ആം ഐ ലുക്കിംഗ് ടുഡേ, ഇങ്ങനെയാണ് നമ്മൾ സ്വയം ചോദിക്കാറുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ആരെയാണ് കണ്ണാടിയിൽ കാണാറുള്ളത്? നമ്മൾ നമ്മളെ തന്നെ കാണും അല്ലേ? എന്നിട്ട് ഞാൻ തടിച്ചു, ഞാൻ മെലിഞ്ഞു എന്നൊക്കെ പറയും. നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയാറുള്ളത്? നമ്മൾ സ്വന്തം ശരീരത്തെ നോക്കിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ? ഞാൻ വളരെ ക്ഷീണിതയാണ്, എൻ്റെ ശരീരം മുഴുവനും വേദനിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ശരീരം എൻ്റേതാണോ അതോ ഞാൻ ഈ ശരീരമാണോ? ഞാൻ ഈ ശരീരമാണോ അതോ ഈ ശരീരം എൻ്റേതാണോ? ഇത് ഇത്രയ്ക്ക് ഡിഫിക്കൽട്ടായ ഒരു ചോദ്യമൊന്നുമല്ല. മറുപടി കറക്റ്റായി തന്നെ പറയൂ. അത് മനസ്സിൽ റെക്കോർഡ് ആവുകയും വേണം. എന്നേക്കുമായി റെക്കോർഡഡ് ആവണം. ഇത് എൻ്റെ ശരീരമാണ് അല്ലേ? ഉറപ്പല്ലേ? ആൻസർ ഇറ്റ് കോൺഫിഡൻ്റ്ലി. സോ ഇറ്റ് ഗെറ്റ്സ് റെക്കോർഡഡ് ഹിയർ. ഇറ്റ് ഈസ് മൈ ബോഡി.
ഉറപ്പല്ലേ? നാളെ രാവിലെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ കാണാൻ എങ്ങനെയുണ്ട് എന്ന് പറയരുത്. പകരം എന്താണ് പറയേണ്ടത്? എൻ്റെ ശരീരം കാണാൻ എങ്ങനെയുണ്ട്? ഹൗ ഈസ് മൈ ബോഡി ലുക്കിംഗ്? ഇങ്ങനെയാണ് പറയേണ്ടത്. ഞാൻ തടിച്ചു എന്ന് പറയരുത്. എൻ്റെ ശരീരമാണ് വണ്ണം വെച്ചത്. ഞാൻ എന്ന് പറഞ്ഞാലും എൻ്റെ എന്ന് പറഞ്ഞാലും അതിലെന്താണ് ഇത്ര വ്യത്യാസമുള്ളത് എന്ന് നമുക്ക് തോന്നും. ഇത്രയ്ക്ക് സിമ്പിളായ ഒരു കാര്യത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയല്ല. ഇതിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഈ ഡ്രസ്സ് നമ്മുടെ കോസ്റ്റ്യൂമാണ്. അതുപോലെ തന്നെ ഈ ശരീരവും നമ്മുടെ വസ്ത്രമാണ്. മനസ്സ് വളരെയധികം ഭാരിച്ചതായി തോന്നുമ്പോഴാണ് ഞാൻ വല്ലാതെ തടിച്ചു എന്ന് നമ്മൾ പറയാൻ തുടങ്ങുന്നത്. മനസ്സിലുള്ള ഭാരത്തെ കുറയ്ക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ലൈറ്റായി എന്നും നമ്മൾ പറയും, അല്ലേ? എന്നാൽ നമ്മൾ ഈ ശരീരത്തെ നോക്കിയിട്ടാണ് ഞാൻ തടിച്ചു, ഞാൻ മെലിഞ്ഞു എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനമായ ബന്ധം ഏതാണ്? ഈ ഒരു പ്രധാനപ്പെട്ട ബന്ധത്തിലൂടെ തന്നെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും സുന്ദരമാകുകയും നല്ലതാവുകയും ചെയ്യും. എന്താണ് ആ ബന്ധം? ഏതാണ് ആ ബന്ധം? നമുക്ക് അവനവനുമായുള്ള റിലേഷൻഷിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എനിക്ക് എന്നോടുള്ള ബന്ധം സുഖകരമായാൽ അപ്പോൾ മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞാൻ എന്നോട് വയ്ക്കുന്ന ഈ റിലേഷൻഷിപ്പ് നന്നാക്കി വയ്ക്കാനായി ആദ്യം ഞാൻ എന്നെ മനസ്സിലാക്കണം. കാരണം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായി ആദ്യം പരസ്പരം അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടേക്ക് വന്നു, പരസ്പരം കണ്ടു, പരിചയപ്പെട്ടു. അതിനുശേഷമാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത്. ആദ്യം പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്, പിന്നീടാണ് ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്. അവനവനുമായി ഒരു ബന്ധമുണ്ടാക്കാനായി സ്വയം അറിയേണ്ടത് അത്യാവശ്യമാണ്. അവനവനെ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ കഴിയില്ല. അവനവനെക്കുറിച്ച് നമുക്ക് ഇതുവരെയും ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത്. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത്? സോ ദ ബോഡി ഈസ് മൈൻ, നോട്ട് ഐ. ഇനി എൻ്റെ സ്ഥാനം, പദവി, ഇതൊക്കെ എന്താണ്? അതെല്ലാം ഞാനാണോ അതോ എൻ്റേതാണോ? അതെല്ലാം എൻ്റേതാണ്, അല്ലേ? എൻ്റെ ക്വാളിഫിക്കേഷൻസ് ഞാനാണോ അതോ എൻ്റേതാണോ? എൻ്റേതാണ്, ഇറ്റ്സ് മൈൻ. വസ്തുക്കളും ധനവുമൊക്കെ ഞാനാണോ അതോ അവ എൻ്റേതാണോ? പണവും വസ്തുക്കളും ഒന്നും ഞാനല്ല, അവ എൻ്റേതാണ്. ഈ രാജ്യം എൻ്റേതാണോ അതോ ഈ രാജ്യമാണോ ഞാൻ? ഈ രാജ്യം എൻ്റേതാണ്, അല്ലാതെ ഞാൻ ഈ രാജ്യമല്ല. ഇനി നമുക്ക് ബന്ധങ്ങളിലേക്ക് കടക്കാം. ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ് എൻ്റേതാണോ അതോ ഞാൻ ഈ റിലേഷൻഷിപ്പാണോ? ദേ ആർ മൈൻ, അവ എൻ്റേതാണ്. നമുക്കിതിനെ ചെറുതായി ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇതെല്ലാം എൻ്റേതാണെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? ഞാൻ ഈ ബന്ധങ്ങളെയെല്ലാം പൂർത്തീകരിക്കുന്ന ശക്തി അഥവാ എനർജിയാണ്. ജോലികൾ ചെയ്യുന്ന ശക്തി അഥവാ എനർജിയാണ് ഞാൻ. പഠിക്കുന്ന വിദ്യാർത്ഥിയിലുള്ള എനർജിയാണ് ഞാൻ. ഐ ആം ദാറ്റ് എനർജി ഓർ പവർ. എന്നിലുള്ള ആ ശക്തിയെയാണ് എനർജി എന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. സ്പിരിച്വൽ ലാംഗ്വേജിൽ ഈ ശക്തിയെ നമ്മൾ ആത്മാവ് എന്ന് പറയുന്നു. വി ഓൾസോ കോൾ ഇറ്റ് ദി ലൈറ്റ്. ഇവിടെ നമ്മൾ ചന്ദനക്കുറി ഇടുകയും പൊട്ടു തൊടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇരുപുരികങ്ങൾക്കും നടുവിൽ ഒരു എനർജി ഉണ്ട് എന്ന് വിഷ്വലൈസ് ചെയ്യുക. ആ എനർജി ചിന്തിക്കാനുള്ള ജോലി ചെയ്യുന്നു. ആ എനർജി തീരുമാനങ്ങൾ എടുക്കുന്നു, ജോലി ചെയ്യുന്നു. മാത്രമല്ല ഇതേ എനർജി ഈ ശരീരം ഉപയോഗിച്ച് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഈ ശരീരമാണോ എല്ലാം ചെയ്യുന്നത്? ഈസ് ഇറ്റ് ദ ബോഡി ദാറ്റ് ഗെറ്റ്സ് ഓൾ ദി വർക്ക് ഡൺ? താങ്കളുടെ ശരീരമാണോ സംസാരിക്കുന്നത് അതോ താങ്കളാണോ സംസാരിക്കുന്നത്? പറയൂ. താങ്കളുടെ ശരീരമാണോ അതോ താങ്കളാണോ സംസാരിക്കുന്നത്? വായ താനെ സംസാരിക്കുകയാണോ അതോ താങ്കളാണോ സംസാരിക്കുന്നത്? താങ്കളാണോ കാണുന്നത്
അതോ കണ്ണുകൾ കാണുകയാണോ ചെയ്യുന്നത്? താങ്കളുടെ കണ്ണുകൾ, വായ, മറ്റു കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയെല്ലാം ഉപകരണങ്ങൾ മാത്രമാണ്. എന്ത് കാണണം, എത്ര നേരം കാണണം, എന്ത് പറയണം, എങ്ങനെ പറയണം, മധുരമായി സംസാരിക്കണോ, അമർഷത്തോടെ സംസാരിക്കണം, കുറച്ച് സംസാരിക്കണോ, കൂടുതൽ സംസാരിക്കണോ, സന്തോഷത്തോടെ സംസാരിക്കണോ, വിഷമത്തോടെ സംസാരിക്കണോ, സുഖം നൽകണോ, ദുഃഖം നൽകണോ, ഇങ്ങനെയൊക്കെ നമ്മുടെ വായയാണോ തീരുമാനിക്കുന്നത്? അല്ല. ഇക്കാര്യത്തിൽ ശരിക്ക് ക്ലാരിറ്റി വേണം. ഈ ശരീരം വെറും ഒരു ഉപകരണം മാത്രമാണ്. എല്ലാം ചെയ്യുന്ന ശക്തി അല്ലെങ്കിൽ എനർജി ഏതാണ്? ആത്മാവ്. ഞാൻ ആത്മാവാണ് എല്ലാം ചെയ്യുന്നത്. ഐ ദ സോൾ. ഞാൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ കുട്ടി, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നവരും യഥാർത്ഥത്തിൽ ആരാണ്? ഞാൻ ആത്മാവാണെങ്കിൽ പിന്നെ അവരൊക്കെ ആരാണ്? ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങളെയെല്ലാം മനസ്സിൻ്റെ സ്ക്രീനിൽ കാണുക. അവരെ കാണുമ്പോൾ അവരുടെ മുഖത്ത്, ഇരുപുരികങ്ങൾക്കും നടുവിൽ, നമ്മൾ പൊട്ടു തൊടാറുള്ള സ്ഥലത്ത് ഒരു പ്രകാശബിന്ദുവിനെ കാണുക. വിഷ്വലൈസ് എ പോയിന്റ് ഓഫ് ലൈറ്റ്, ഒരു ചെറിയ നക്ഷത്രം. മൈ റിലേഷൻഷിപ്പ് ഇസ് വിത്ത് ദിസ് ലൈറ്റ് ഓർ സ്റ്റാർ. എൻ്റെ റിലേഷൻഷിപ്പ് ഈ ചെറിയ നക്ഷത്രവുമായിട്ടാണ്. ഒരു ആത്മാവായ എൻ്റെ ബന്ധങ്ങൾ ഈ ആത്മാവുമായിട്ടാണ്. ഞാൻ സൃഷ്ടിക്കുന്ന ഓരോ ചിന്തയും ഈ ആത്മാവിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നിലേക്കും എത്തുന്നുണ്ട്. ഇനി വിഷ്വലൈസ് ചെയ്യും. ഞാനും അവരും തമ്മിൽ, ഞങ്ങൾ രണ്ട് ആത്മാക്കൾ തമ്മിൽ ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. എന്നിൽ നിന്നും എനർജി അവരുടെ അടുത്തേക്ക് പോകുന്നു. അവരിൽ നിന്നും എനർജി എൻ്റെ അടുത്തേക്ക് വരുന്നു. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ദിസ് ഈസ് വാട്ട് ക്രിയേറ്റ് റിലേഷൻഷിപ്സ്. എനർജിയുടെ ഈ കൊടുക്കൽ വാങ്ങലുകളെ, ഈ എനർജി എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ എനർജി അവരിലേക്ക് പോകുന്നു, അവരുടെ എനർജി എന്നിലേക്കും വരുന്നു. എന്നാൽ ആ ബന്ധം ആരൊക്കെ തമ്മിലാണ്? ആത്മാവായ ഞാനും ആ ആത്മാവും തമ്മിലാണ് ബന്ധമുള്ളത്. ഇനി കണ്ണുകൾ അടയ്ക്കുക. മറ്റ് ആത്മാക്കളുമായി നിങ്ങൾക്കുള്ള ബന്ധങ്ങൾ കാണാൻ കഴിഞ്ഞു അല്ലേ? ഇത്രയും കാണാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാം. ബന്ധങ്ങൾ രണ്ട് ആത്മാക്കൾ തമ്മിലാണ് ഉള്ളത്. നിങ്ങൾ ആ ആത്മാവിനെക്കുറിച്ച് ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്താൽ ഉടൻ ഇവിടെ നിന്നും ഒരു മെസ്സേജ് ആ ആത്മാവിലേക്ക് എത്തുന്നു. താങ്കൾ ഒന്നും പറയുന്നില്ല, ഫോൺ എടുത്ത് മെസ്സേജ് ഒന്നും ടൈപ്പ് ചെയ്യുന്നുമില്ല, താങ്കൾ ഒന്നും ചെയ്യുന്നില്ല. അവരെക്കുറിച്ച് ഒരു ചിന്ത സൃഷ്ടിക്കുക മാത്രമാണ് വേണ്ടത്. താങ്കളുടെ ചിന്ത ഒരു വൈബ്രേഷനാണ്. താങ്കൾ ഒരു ചിന്ത ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ചിന്തയുടെ പ്രകമ്പനങ്ങൾ ആ ആത്മാവിലേക്ക് എത്തിച്ചേരുന്നു. നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ആശയവിനിമയത്തിൽ വാക്കുകളും സംസാരവുമൊക്കെ വളരെ വൈകി മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ബോഡി ലാംഗ്വേജും കർമ്മങ്ങളുമൊക്കെ ആശയവിനിമയത്തിൻ്റെ അവസാന ഘട്ടം മാത്രമാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്തും നമ്മുടെ മനസ്സിൽ നിന്നും ആരംഭിച്ച് മറ്റൊരു ആത്മാവിലേക്ക് എത്തുന്നതാണ് ആശയവിനിമയത്തിൻ്റെ ആദ്യഘട്ടം. ആ ആത്മാവ് എൻ്റെ തൊട്ടടുത്തിരിക്കുകയോ മറ്റൊരു ദേശത്ത് താമസിക്കുകയോ ആവാം. അവരെക്കുറിച്ച് ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത് അവരുടെ അടുത്തേക്ക് എത്തിച്ചേരും. ഇന്നത്തെ കാലത്ത് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷന് ഇത്ര ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് നമ്മൾ വളരെ മധുരമായി സംസാരിക്കാറുണ്ട്, സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കാറുണ്ട്, വളരെ നന്നായി പെരുമാറാറുമുണ്ട്. അവർ ബിഹേവിയർ ഇസ് പെർഫെക്റ്റ്. എന്നാൽ ഇവിടെ നിന്നും അവിടേക്ക് പോകുന്ന വൈബ്രേഷൻസിനെ കുറിച്ച് നമ്മൾ തീരെ ബോധവാന്മാരല്ല. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ അവനവനെ തീരെ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് ഇതിന് കാരണം. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നതൊന്നും പറയുന്നത് മറ്റൊന്നുമായി മാറാറുണ്ട്.
ഒന്ന് ചിന്തിക്കുകയും മറ്റൊന്ന് പറയുകയും ചെയ്യും. ചെയ്യാനാവുമോ? അങ്ങനെ ചെയ്യാനാവുമോ? പറയൂ. താങ്കൾക്ക് ഇതിന് കഴിയാറുണ്ട് അല്ലേ? കഴിയാറില്ലേ? എനിക്ക് കഴിയും. നിങ്ങൾക്കും ഇതിന് കഴിയാറുണ്ട്. നാളെ ഒരു ദിവസം ഈ ഒരു കാര്യം മാത്രം ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നത് എന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പലപ്പോഴും നമ്മൾ ഒരേ വ്യക്തിക്ക് 2 മെസ്സേജസ് അയക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ഒരു മെസ്സേജും പറയുന്ന മെസ്സേജുമാണ് ആ 2 മെസ്സേജുകൾ. ആരെയെങ്കിലും കണ്ടാൽ താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം എന്ന് പറയും. എന്നാൽ ആ സമയത്ത് എന്താണ് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നന്നായി അറിയാം അല്ലേ? വളരെ നന്നായി തന്നെ സംസാരിക്കണം. വളരെ ആദരവോടെയും വിനയത്തോടെയും മധുരമായുള്ള സംസാരം ബന്ധങ്ങൾ നിലനിർത്താൻ വളരെ അത്യാവശ്യമാണ്. എന്നാൽ അത് വാക്കുകളിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയില്ല. ഉദാഹരണത്തിന്, താങ്കൾ ഒരു വിവാഹത്തിന് പോകുന്നു എന്ന് കരുതുക. അവിടെ വെച്ച് ആരെങ്കിലും എൻ്റെ സാരി എങ്ങനെയുണ്ട് എന്ന് താങ്കളോട് ചോദിക്കുന്നു. താങ്കൾ പറയും, വളരെ നല്ല സാരിയാണ്. ഈ സാരിയിൽ നിങ്ങൾ വളരെ സുന്ദരിയായിരിക്കുന്നു. എന്നാൽ താങ്കളുടെ മനസ്സിൽ മറിച്ചൊരു ചിന്തയാണ് ഉള്ളത്. വാങ്ങുന്നതിന് മുമ്പ് ഇവരിതൊന്നും ട്രൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. തീരെ ഭംഗിയില്ല. ഇവരെന്തിനാണ് ഈ സാരി ഉടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ മുന്നിലുള്ള ആൾക്ക് 2 മെസ്സേജസ് ആണ് ഒരേ സമയം ലഭിക്കുന്നത്. ഒരു മെസ്സേജ് അവർ സ്വന്തം കാതുകളിലൂടെ കേൾക്കുന്നു. രണ്ടാമത്തെ മെസ്സേജ് നമ്മുടെ തോട്ട് വൈബ്രേഷൻ രൂപത്തിൽ അവരിലേക്ക് എത്തുന്നു. കാരണം വ്യത്യസ്തമായ ചിന്തയും വാക്കുകളുമാണ് നമ്മൾ അവർക്ക് നൽകുന്നത്. ഒരു തെറ്റിദ്ധാരണ ആരംഭിക്കാൻ മറ്റൊന്നും തന്നെ വേണ്ട. ഇങ്ങനെയൊരു ചിന്ത നമ്മളിലേക്കും വരുന്നുണ്ട് എന്ന് നമ്മൾ അറിയാറില്ല. നമുക്ക് 2 മെസ്സേജസ് ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ലഭിക്കുന്ന പ്രശംസ കേട്ടാലും നമുക്ക് കൃത്രിമമാണോ എന്ന് തോന്നും. ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. പ്രശംസകൾ വെറുതെ പറയുകയാണ് എന്ന് നിങ്ങളിൽ ആർക്കെല്ലാമാണ് തോന്നിയിട്ടുള്ളത്? മനസ്സിൽ ഒന്ന് ചിന്തിച്ചുകൊണ്ട് വായിലൂടെ മറ്റൊരു രൂപത്തിൽ, മറ്റൊരു വിധത്തിൽ പറയുന്നത് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറുണ്ട്. അവരെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, എനിക്കതാണ് ഫീൽ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? വൈ ഡു വി ഗെറ്റ് സച്ച് എ ഫീലിംഗ്? സത്യത്തിൽ അവരുടെ ഫീലിങ്സ് അവരുടെ വാക്കുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ബന്ധങ്ങളെ ശക്തമാക്കുവാനും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കാനും ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വാക്കുകളെയും പെരുമാറ്റത്തെയും ശ്രദ്ധിക്കാനായി പരിശ്രമിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിൽ മാത്രം അറ്റൻഷൻ വെച്ചാൽ മതി. ഓവറോളായി നമ്മൾ ഏത് വിധത്തിലാണ് ചിന്തിക്കുന്നത് എന്നും നോക്കണം. നമ്മുടെ വൈബ്രേഷൻ, നമ്മുടെ ഓറ, നമ്മുടെ എനർജി, ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് ലെവലാണ്. അതിൽ തന്നെ ഇത്രയധികം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ എത്ര തന്നെ നന്നായി സംസാരിച്ചാലും ആ റിലേഷൻഷിപ്പ് വളരെ ദുർബലമായ ഫൗണ്ടേഷനിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. ഒരു വാക്ക് മതി ആ ബന്ധം തകരാൻ. വീട് നമ്മൾ നന്നായി വൃത്തിയാക്കും, കാണുന്ന ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കും. കുട്ടികളോട് റൂം വൃത്തിയാക്കാൻ പറഞ്ഞാൽ 5 മിനിറ്റിൽ അവരത് ക്ലീൻ ചെയ്യും, വെരി ക്വിക്ക്ലി. എല്ലാം എടുത്ത് അലമാരയിലേക്ക് കുത്തി നിറച്ച് വയ്ക്കും. എന്നിട്ട് അലമാര അടയ്ക്കും. ആരും അലമാര വന്ന് ചെക്ക് ചെയ്യില്ലല്ലോ, എല്ലാവരും റൂമല്ലേ നോക്കുക. ഇനി അബദ്ധത്തിൽ ആരെങ്കിലും അലമാര തുറന്നു പോയാൽ എന്താണ് ഉണ്ടാവുക? എല്ലാം കൂടി താഴേക്ക് വീഴും അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുള്ളത്. നമ്മൾ പുറമേക്ക് വളരെ ക്ലീനാണ്, എന്നാൽ നമ്മൾ ഉള്ളിൽ ധാരാളം കാര്യങ്ങൾ വിടാതെ കൂട്ടിവെച്ചിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സാകുന്ന അലമാര തുറക്കും. നമ്മുടെ വായിൽ നിന്നും പിന്നെ തുരുതുരെ വരുന്ന വാക്കുകൾ അത്രയ്ക്ക് കടുത്തതായിരിക്കും. കേട്ട് നിൽക്കുന്നവർക്ക് മാത്രമല്ല, നമുക്ക് പോലും നമ്മുടെ വാക്കുകൾ കേട്ട് അതിശയമാകും. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നാറുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ അവരോട് പോയി പറയും, ഐ ആം സോറി, ഞാൻ അങ്ങനെ പറയണമെന്ന് വിചാരിച്ചതല്ല. മോശമായ വാക്കുകൾ എൻ്റെ വായിൽ നിന്നും
അറിയാതെ വന്നു പോയതാണ്. അതോടെ അവർക്ക് സമാധാനമാകും, നമ്മളും സന്തോഷിക്കും. ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല, അറിയാതെ പറഞ്ഞു പോയതാണ്. നമ്മൾ അറിയാതെ നമ്മുടെ വായിൽ നിന്നും മോശമായ വാക്കുകൾ വരില്ല. വായിൽ നിന്നും വീഴുക എന്നാൽ കബ്ബോർഡിൽ നിന്നും പുറത്തേക്ക് വീഴുക എന്നാണ് അർത്ഥം. നമ്മൾ കബ്ബോർഡിലേക്ക് വെച്ച സാധനങ്ങൾ മാത്രമേ പുറത്തേക്ക് വീഴുകയുള്ളൂ. ബന്ധങ്ങളെ സുന്ദരമാക്കാനായുള്ള കൃത്രിമമായ ക്ലീനിങ് ഒഴിവാക്കണം. കൃത്രിമമായ ക്ലീൻ ചെയ്യുന്നതിലൂടെ അലമാര കൂടുതൽ കുത്തി നിറച്ചതാവുകയുള്ളൂ. വി നീഡ് ടു ക്ലീൻ അവർ തോട്ട്സ്. ചിന്തകൾ ശുദ്ധമാകണമെങ്കിൽ നമ്മൾ അകത്തു നിന്നും പുറത്തു നിന്നും ശുദ്ധതയുള്ളവരായി മാറണം. ട്രൂത്ത് ആൻഡ് ക്ലീൻലിനെസ്, അതിനെയാണ് സത്യതയും ശുദ്ധതയും എന്ന് പറയുന്നത്.